Hi, welcome to Lash Class. BA English Introduction to the World of Literature-ലെ നൊബേൽ പ്രൈസ് ലെക്ചർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫിലിപ്പീൻ ഓൺലൈൻ മാധ്യമ പ്രവർത്തക മരിയ റെസ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ട് നടത്തുന്ന പ്രസംഗമാണ്. നമ്മളിവിടെ ആ സ്പീച്ചിന്റെ ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ സമ്മറി നോക്കാം. Maria Ressa begins her Nobel lecture by acknowledging journalists' sacrifices to uphold truth and accountability. അപ്പോൾ ഇവിടെ പ്രസംഗം ഇവർ ആരംഭിക്കുന്നത് മാധ്യമപ്രവർത്തകർ സമൂഹത്തിൽ സത്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി എത്രമാത്രം ത്യാഗം സഹിക്കേണ്ടി വരുന്നു എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ്. She opens by describing the severe dangers her colleagues face, mentioning the brutal murders of journalists like Jamal Khashoggi ആൻഡ് ഡാഫിൻ കരുവാന ഗലീസിയ. അപ്പോൾ ഇതിനുള്ള ഉദാഹരണങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. സൗദി മാധ്യമപ്രവർത്തകനായിരുന്ന ജമാൽ ഖഷോഗി, അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തകത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഡാഫ്നെ കരുവാന ഗലീസിയ പനാമ പേപ്പർ എന്ന പേരിൽ സമ്പന്നരായിട്ടുള്ള ആളുകൾ നടത്തുന്ന നികുതി വെട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പ്രശസ്തയായതാണ്. അവരും ഇതുപോലെ അവരുടെ മാധ്യമപ്രവർത്തനത്തിന്റെ കാരണം കൊണ്ട് കൊല ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ സമൂഹത്തിൽ സത്യം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകർ നേരിടുന്ന അപകടങ്ങളെ കുറിച്ചിട്ട് അവർ സൂചിപ്പിക്കുന്നു. അലോങ് വിത്ത് ദി ഓൺഗോയിങ് പെർസിക്യൂഷൻ ഓഫ് ജേർണലിസ്റ്റ് സച്ച് ആസ് ഫ്രഞ്ചി കാംപിയോ ആൻഡ് ജസ് മൽബനാൻ ഇൻ ദ ഫിലിപ്പീൻസ്. ഇനി അവരുടെ ജന്മദേശമായിട്ടുള്ള ഫിലിപ്പീൻസിലും ഇതുപോലെ മാധ്യമപ്രവർത്തകർ ഒരുപാട് വേട്ടയാടലുകൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്ന് അവർ സൂചിപ്പിക്കുന്നു. She then reflects on her journey with the Rappler, the news organization she co-founded. അടുത്തതായിട്ട് അവർ സ്ഥാപിച്ച ഓൺലൈൻ വാർത്താ മാധ്യമമായിട്ടുള്ള റാപ്ലറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റെസ എക്സ്പ്ലെയിൻസ് ഇറ്റ്സ് വിഷൻ ടു ടാക്കിൾ ദ ചലഞ്ചസ് അറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ് ജേർണലിസം ആൻഡ് ടെക്നോളജി. പുതിയ കാലഘട്ടത്തിൽ ജേർണലിസവും ടെക്നോളജിയും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റാപ്ലർ സ്ഥാപിച്ചത് എന്നവർ പറയുന്നു. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയകളായിട്ടുള്ള ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എല്ലാം ഒരുപാട് വാർത്തകൾ പ്രചരിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും ഈ വാർത്തകൾ വ്യാജ വാർത്തകളായിരിക്കാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ പുതിയ കാലഘട്ടത്തിൽ മീഡിയയും ടെക്നോളജിയും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം വെല്ലുവിളികൾ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റാപ്ലർ സ്ഥാപിച്ചത് എന്നവർ പറയുന്നു. ഷീ ഡിസ്ക്രൈബ്സ് ടുഡേയ്സ് ഇൻഫോർമേഷൻ എക്കോസിസ്റ്റം ആസ് ഫിൽഡ് വിത്ത് മിസ്ഇൻഫർമേഷൻ ഫ്യൂവൽഡ് ബൈ ടെക് കമ്പനീസ് ദാറ്റ് പ്രയോറിറ്റൈസ് പ്രോഫിറ്റ് ഓവർ ട്രൂത്ത്. അപ്പോൾ ഇന്നത്തെ ഇൻഫോർമേഷൻ എക്കോസിസ്റ്റത്തിനകത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വ്യാജ വാർത്തകളാണ് പ്രചരിക്കപ്പെടുന്നത് എന്നവർ പറയുന്നു. ഇതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് ടെക് കമ്പനികളായിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള ഈ കമ്പനികളൊക്കെ പ്രോഫിറ്റിനാണ് ഫോക്കസ് കൊടുക്കുന്നത്, ട്രൂത്തിനല്ല എന്നതായിട്ടാണ് അവർ പറയുന്നത്. അതായത് അവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ട്രൂത്ത് ആണോ എന്ന് പരിശോധിക്കാനുള്ള ശ്രമമൊന്നും അവർ നടത്തുന്നില്ല. പരമാവധി ആളുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്ലാറ്റ്ഫോം വളരുക എന്നതിൽ മാത്രമാണ് അവരുടെ ഫോക്കസ് എന്നതാണ് ഇതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത്. ഷീ ക്വസ്റ്റ്യൻസ് ദി ഇംപ്യൂണിറ്റി എൻജോയ്ഡ് ബൈ ഫേസ്ബുക്ക് ആൻഡ് ദ ഡൂത്തർത്തെ റെജീം ആൻഡ് ആസ്ക് ഫോർ അക്കൗണ്ടബിലിറ്റി. പിന്നീട് അവർ ഇംപ്യൂണിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇംപ്യൂണിറ്റി എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ എന്നതുപോലെയുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അതായത് ഇവരെ നിയമപരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഫേസ്ബുക്കിനകത്ത് ഒരുപാട് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു, എന്നാൽ ഫേസ്ബുക്ക് അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അത്തരത്തിലുള്ള ഇമ്പ്യൂണിറ്റിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ദൂത്തർത്തെ എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റ് ആണ്, അവിടുത്തെ ഈ ഒരു അതോറിറ്റേറിയൻ ഏകാധിപത്യ പ്രവണതയുള്ള ഗവൺമെന്റ് ആണ്. അവര് ഡ്രഗ് ഓൺ വാർ എന്നുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ട്, ഈ ലഹരിക്കെതിരായ പോരാട്ടം എന്നുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് 12,000-ലധികം ആളുകൾ കൊല ചെയ്യപ്പെടുന്ന, പോലീസ് ഏറ്റുമുട്ടലിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഫിലിപ്പീൻസിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പല കൊലപാതകങ്ങളും കൃത്യമായിട്ടുള്ള തെളിവുകളോ അടിസ്ഥാനവും ഇല്ലാതെയാണ് പോലീസ് നടത്തിയിട്ടുള്ളത്. അപ്പൊ പോലീസ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് തെളിവ് ഹാജരാക്കാനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ അവർ തയ്യാറാവുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അവർക്കുള്ള ഒരു ഇമ്പ്യൂണിറ്റിയും അതുപോലെ ഈ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന കാര്യത്തിൽ ഫേസ്ബുക്കിനുള്ള ഒരു ഇമ്പ്യൂണിറ്റിയും അത് രണ്ടും എതിർക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു റാപ്ലർ സ്ഥാപിച്ചത് എന്ന കാര്യമാണ് അവർ പറയുന്നത്. Ressa shares her personal experiences of facing state persecution for speaking the truth. അടുത്തതായിട്ട് അവർ സത്യം പറയുന്നത് പേരിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പല കള്ളക്കേസുകളും ഉണ്ടാക്കിക്കൊണ്ട് അവരെ കൊടുക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് അവർ പറയുന്നു. But these attempts to intimidate her have only strengthened her resolve. പക്ഷേ
അവരെ ഭയപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളെല്ലാം അവരുടെ നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് എന്നവർ പറയുന്നു. ഷി എംഫസൈസസ് ദ നീഡ് ഫോർ എത്തിക്കൽ ജേർണലിസം വിച്ച് സ്റ്റാൻഡ്സ് ഓൺ ട്രൂത്ത് ആൻഡ് ഓണർ. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തനത്തിനകത്ത് ഒരു എത്തിക്സ് വേണം, ധാർമ്മികത വേണം, അത് സത്യത്തിൽ നിലനിൽക്കുന്ന ഒന്നായിരിക്കണം എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഷി ഓൾസോ അഡ്രസ്സസ് ദ യുണീക് ചലഞ്ചസ് വിമൻ ജേർണലിസ്റ്റ് ഫേസ് ആസ് ടാർഗറ്റ് ഓഫ് ജെൻഡർ ബേസ്ഡ് ഡിസ്ഇൻഫർമേഷൻ. അപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ഇതുപോലെ കള്ളക്കേസുകളും മറ്റും ഉണ്ടാക്കിയിട്ട് അവരെ നിശബ്ദരാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ ഓൺലൈൻ ആയിട്ടുള്ള അക്രമങ്ങൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട്. ഇവരുടെ കമന്റ് ബോക്സിലും മറ്റും വന്ന് ആളുകൾ മോശമായിട്ട് സംസാരിക്കുകയും മറ്റും ചെയ്യുന്ന അനുഭവം നേരിടുന്നതിനെ കുറിച്ച് പറയുന്നു. അതിൽ തന്നെ പ്രത്യേകിച്ചും സ്ത്രീകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നു. Ressa then explains the systemic issues that are creating a crisis in journalism and democracy. അടുത്തതായിട്ട് അവർ ജേർണലിസത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിലൂടെ ജനാധിപത്യത്തിനെ അതെങ്ങനെ ബാധിക്കുന്നു അതിനെ കുറിച്ചിട്ടുമാണ് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയ ആൽഗോരിതംസ് ഡിവൈഡ് പീപ്പിൾ ആൻഡ് നാരോ ദെയർ പെർസ്പെക്റ്റീവ്സ് വിച്ച് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഹേറ്റഡ് ആൻഡ് വയലൻസ്. അപ്പോൾ സോഷ്യൽ മീഡിയ ആൽഗോരിതം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഒരാൾക്ക് കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയ അയാൾക്ക് വീണ്ടും വീണ്ടും ഫീഡിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റീൽസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒരാളുടെ റീൽസ് 2-3 തവണ കാണുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ നമ്മുടെ ഫീഡിലേക്ക് അത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ ഒരാൾക്ക് കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയ അവരെ കാണിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള പോസ്റ്റുകളും വാർത്തകളും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അയാളുടെ അഭിപ്രായത്തിനോട് ചേരുന്ന കാര്യങ്ങൾ മാത്രമാണ് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ വീക്ഷണങ്ങളോ ഒന്നും അവർ കാണുന്നില്ല. അപ്പൊ അതിലൂടെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഇടുങ്ങിയ മനസ്സുള്ള ആളുകളായിട്ട് സോഷ്യൽ മീഡിയ ആളുകളെ മാറ്റുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് ആളുകളെ വെറുപ്പുള്ളവരാക്കി മാറ്റുകയും മറ്റ് വിഭാഗങ്ങളിലുള്ള മറ്റ് അഭിപ്രായങ്ങളുള്ള ആളുകളോട് വെറുപ്പുള്ളവരാക്കി മാറ്റുകയും അക്രമത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ രാഷ്ട്രീയമായിട്ട് ഇടപെടുകയും കമന്റുകൾ ഇടുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഇതുപോലെ അക്രമാസക്തമായിട്ടുള്ള കമന്റുകൾ ഇടുന്നതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ ആൽഗോരിതംസ് ഒരാളുടെ ഇഷ്ടങ്ങൾ മാത്രം അയാൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് മറ്റ് അഭിപ്രായങ്ങളോ വീക്ഷണങ്ങളോ ഒന്നും അവർക്ക് കാണിക്കാതെ അവരെ ഇടുങ്ങിയ മനസ്സുള്ള ആളുകളാക്കി മാറ്റുന്നു എന്നാണ് അവർ പറയുന്നത്. ഷീ കണ്ടംസ് സർവൈലൻസ് ക്യാപിറ്റലിസം where tech companies exploit personal data and manipulate public opinion, undermining democracy. ഇതുകൂടാതെ സർവൈലൻസ് ക്യാപിറ്റലിസം എന്നൊരു ടേം കൂടി അവർ എതിർക്കുകയാണ്. അതായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മുടെ ഈ പേഴ്സണൽ ഡാറ്റ നമ്മൾ അവിടെ സൈനപ്പ് ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കുന്ന സമയത്തും കൊടുക്കുന്ന ഡാറ്റയെല്ലാം അവർ വിറ്റ് കാശാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ നമ്മളിങ്ങനെ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തത് അതിന്റെ പരസ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പണം സമ്പാദിക്കുന്നത്. അത് ധാർമ്മികമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല എന്നുള്ള രീതിയിൽ കൂടി അവരതിനെ വിമർശിക്കുന്നുണ്ട്. അതുപോലെ ഈ വാർത്തകൾ ആരെല്ലാം കാണുന്നു ആരെല്ലാം കാണാതിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ആൽഗോരിതത്തിലൂടെ തീരുമാനിച്ചുകൊണ്ട് പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ വരെ സോഷ്യൽ മീഡിയകൾക്ക് കഴിയുന്നുണ്ട്. ഇതെല്ലാം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ് എന്നവർ പറയുന്നു. റെസ കോൾസ് ഫോർ ഗ്ലോബൽ സൊല്യൂഷൻസ്. അടുത്തതായിട്ട് ഈ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. urging the establishment of new institutions and frameworks to restore integrity to information. അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇന്റഗ്രിറ്റി തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങളും ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഫ്രെയിംവർക്സ് പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമെല്ലാം വേണമെന്ന് അവർ പറയുന്നു. She advocates increased protection for journalists and sustainable funding for independent journalism. പിന്നീട് അവർ പറയുന്നത് മാധ്യമ പ്രവർത്തകർക്ക് അക്രമങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ അവർക്ക് ആവശ്യമുണ്ട്. അതുകൂടാതെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ലാഭകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം എന്നില്ല. നമുക്കറിയാം, വ്യാജ വാർത്തകളും മറ്റും ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ലാഭകരമായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സത്യം മാത്രം പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തിന് ഒരു പക്ഷേ ലാഭകരമായിരിക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൂടി കൊടുക്കേണ്ടതുണ്ട് എന്നവർ പറയുന്നു.
arguing that this support will help build a strong news organization in under-resourced regions. പ്രത്യേകിച്ചും അണ്ടർ റിസോഴ്സ്ഡ് റീജിയൻസ്, ഇവരുടെ ഫിലിപ്പീൻസ് പോലുള്ള സൗത്ത് ഏഷ്യയിലുള്ള ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയുള്ള അങ്ങനെയുള്ള അണ്ടർ റിസോഴ്സ്ഡ് രാജ്യങ്ങളിൽ ഇതുപോലെ സ്വതന്ത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന് ഇത്തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമാണെന്ന് അവർ പറയുന്നു. ഇൻ ഹെർ ക്ലോസിംഗ് റിമാർക്സ് റെസ പ്രസൻസ് എ ചോയ്സ്. ഇനി അവരുടെ പ്രസംഗം അവസാനിക്കുന്ന സമയത്ത് ഒരു ചോയ്സ് ആണ് അവർ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. കണ്ടിന്യൂ ഡൗൺ എ പാത്ത് ടുവേർഡ് അതോറിറ്റേറിയനിസം ഓർ യുണൈറ്റ് ഇൻ ദ ഫൈറ്റ് ഫോർ എ ഫെയറർ മോർ ജസ്റ്റ് വേൾഡ്. ഒന്നുകിൽ ഇതുപോലെ ഏകാധിപത്യ പ്രവണതകളുള്ള ഒരു ലോകത്തിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ കൂടുതൽ സത്യവും നീതിയുമുള്ള ഒരു ലോകത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളൊരു ചോയ്സാണ് നമ്മുടെ മുന്നിൽ അവർ വെക്കുന്നത്. ഷീ എൻകറേജസ് ഹെർ ഓഡിയൻസ് ടു കൺസിഡർ ദെയർ വില്ലിംഗ്നെസ് ടു മേക്ക് സാക്രിഫൈസസ് ഫോർ ട്രൂത്ത്. അപ്പോൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, സത്യം ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പല പ്രയാസങ്ങളും നേരിടുന്ന കാര്യമാണ്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചും അവർ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അത്തരം ത്യാഗങ്ങൾ സഹിക്കാതെ ഈ ഒരു സാഹചര്യത്തിന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഷീ കൺക്ലൂഡ്സ് വിത്ത് എ വിഷൻ ഓഫ് എ പീസ്ഫുൾ വേൾഡ് ബിൽറ്റ് ഓൺ ട്രസ്റ്റ് ആൻഡ് എംപതി, urging everyone to imagine and work toward the changes needed to create it. അപ്പോൾ അവരുടെ ഒരു വിഷനാണ് അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹാനുഭൂതിയും സത്യവും വിശ്വാസ്യതയും നിലകൊള്ളുന്ന സമാധാനപരമായിട്ടുള്ള ഒരു ലോകത്തെ കുറിച്ചുള്ള ഒരു വിഷൻ അവർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചുകൊണ്ടും നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവരുടെ പ്രസംഗം അവർ അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചെറിയൊരു റിക്വസ്റ്റ് പറയാനുള്ളത്, ഈ ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം മരിയ റെസ പറഞ്ഞതുപോലെ യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയാസ് ആൽഗോരിതം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും ഒക്കെ ആവശ്യമാണ്. ആ സപ്പോർട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം, സ്റ്റേറ്റ് ദ റീസൺ വൈ മരിയ റെസ സ്റ്റാർട്ടഡ് റേപ്ലർ. റേപ്ലർ എന്ന ഓൺലൈൻ മീഡിയ ആരംഭിക്കുന്നതിന് കാരണം എന്തായിരുന്നു? മരിയ റെസ സ്റ്റാർട്ടഡ് റേപ്ലർ ടു അഡ്രസ് ചലഞ്ചസ് അറ്റ് ദി ഇന്റർസെക്ഷൻ ഓഫ് ജേർണലിസം ആൻഡ് ടെക്നോളജി. പുതിയ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനവും ടെക്നോളജിയും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു സാഹചര്യം, ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സാഹചര്യം ഉണർത്തുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് റേപ്ലർ ആരംഭിക്കുന്നത്. ഷീ വാണ്ടഡ് എ പ്ലാറ്റ്ഫോം ദാറ്റ് അപ്ഹോൾഡ്സ് ട്രൂത്ത് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ആൻ എറ ഓഫ് ഡിജിറ്റൽ മാനിപ്പുലേഷൻ. ഡിജിറ്റൽ മാനിപ്പുലേഷന്റെയും മിസ്ഇൻഫോർമേഷന്റെയും ഒരു കാലഘട്ടത്തിൽ ട്രൂത്തും അക്കൗണ്ടബിലിറ്റിയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാധ്യമത്തിന്റെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അവർ റേപ്ലർ ആരംഭിക്കുന്നത്. ഡിസ്ക്രൈബ് വാട്ട് മരിയ റെസ ഐഡന്റിഫൈസ് ആസ് ദ ഗ്രേറ്റസ്റ്റ് നീഡ് ഓഫ് ടുഡേ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യം എന്ന് മരിയ റെസ പറയുന്നത് എന്താണ്? റെസ സീസ് ട്രാൻസ്ഫോമിംഗ് ദി ഇൻഫോർമേഷൻ ഇക്കോസിസ്റ്റം ആസ് ടുഡേസ് ഗ്രേറ്റസ്റ്റ് നീഡ്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ ഇക്കോസിസ്റ്റം, ഈ വ്യാജ വാർത്തകളും മറ്റും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇൻഫോർമേഷൻ ഇക്കോസിസ്റ്റത്തിനെ മാറ്റുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാന ആവശ്യമായിട്ട് അവർ കാണുന്നത്. ഷീ ബിലീവ്സ് ദിസ് ചേഞ്ച് ഈസ് ക്രിട്ടിക്കൽ ടു പ്രൊട്ടക്ട് ഡെമോക്രസി ആൻഡ് ബിൽഡ് എ മോർ ഇൻഫോംഡ് യുണൈറ്റഡ് സൊസൈറ്റി. ഒരു ഐക്യമുള്ള സമൂഹത്തിനും ജനാധിപത്യത്തിനും നിലനിൽപ്പിനും ഈ ഒരു മാറ്റം ആവശ്യമാണ് എന്നാണ് അവർ പറയുന്നത്. ബൈ ഗിവിംഗ് ദിസ് ടു ജേർണലിസ്റ്റ് ടുഡേ, The Nobel Committee is signaling a similar historical moment. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർക്ക് നൊബേൽ സമ്മാനം നൽകുന്നതിലൂടെ സമാനമായ ഒരു ചരിത്ര നിമിഷമാണ് ഇവിടെ നൊബേൽ കമ്മിറ്റി ആവിഷ്കരിക്കുന്നതെന്ന് പറയുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റെസ റെഫേഴ്സ് ടു ദി നൊബേൽ ഗിവൺ ടു കാൾ ഒസിൽസ്കി ഡ്യൂറിംഗ് ദ നാസി എറ. നാസി കാലഘട്ടത്തിൽ, ഈ ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള കാൾ ഒസിൽസ്കിക്ക് സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ആ ഒരു സംഭവത്തിനോടാണ് ഇവിടെ ഈ മാധ്യമ പ്രവർത്തകർക്ക് അവാർഡ് ലഭിച്ച സന്ദർഭത്തെ അവർ ഉപമിക്കുന്നത്. ഷീ സീസ് ഹെർ അവാർഡ് ആസ് റെക്കഗ്നൈസിംഗ് ദ വൈറ്റൽ റോൾ ഓഫ് ജേർണലിസം ഇൻ ഡിഫെൻഡിംഗ് പീസ് ആൻഡ് ഡെമോക്രസി ടുഡേ. അപ്പോൾ ആ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആ ഇരുണ്ട കാലഘട്ടത്തിലേതിന് സമാനമായിട്ട് ഇന്ന് ലോക രാജ്യങ്ങളിൽ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മാധ്യമങ്ങളുടെ പ്രാധാന്യം വിളിച്ചു പറയുന്നതാണ് മാധ്യമ പ്രവർത്തകർക്ക് ഈ നൊബേൽ സമ്മാനം നൽകിയ സംഭവത്തിലൂടെ സൂചിപ്പിക്കുന്നതെന്ന് അവർ പറയുന്നു. വിച്ച് ആർ ദ ടു സൈഡ്സ് ഓഫ് ദ കോയിൻ മെൻഷൻഡ് ബൈ മരിയ റെസ. ഇനി ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളിൽ നിന്ന് മരിയ റെസ എന്തിനെയാണ് വിളിക്കുന്നത്? ദ ടു സൈഡ്സ് ഓഫ് ദ കോയിൻ റെസ മെൻഷൻസ് ആർ ജേർണലിസം ആൻഡ് ടെക്നോളജി. ജേർണലിസവും ടെക്നോളജിയുമാണ്
ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് മരിയ റെസ സൂചിപ്പിക്കുന്നത്. ഷീ ഹൈലൈറ്റ്സ് ദ നീഡ് ഫോർ എ ബാലൻസ്ഡ് അപ്രോച്ച് ടു ബോത്ത് ഇൻ ടുഡേസ് ഇൻഫോർമേഷൻ എക്കോസിസ്റ്റം. അപ്പോൾ ഇന്നത്തെ ഇൻഫോർമേഷൻ എക്കോസിസ്റ്റത്തിനകത്ത്, വാർത്താവിനിമയ സംവിധാനത്തിനകത്ത് ഈ മാധ്യമങ്ങളും അതുപോലെ ടെക്നോളജിയും തമ്മിലുള്ള ഒരു ബാലൻസ്ഡ് അപ്രോച്ചിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. എക്സ്പ്ലെയിൻ വൈ മരിയ റെസ വാസ് അറസ്റ്റഡ്. ഇനി മരിയ റെസ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? റെസ വാസ് അറസ്റ്റഡ് ഓൺ ചാർജസ് ഓഫ് സൈബർ ലിബൽ. സൈബർ ലിബൽ വകുപ്പ് ചേർത്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. സൈബർ ലിബൽ എന്ന് പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ മറ്റുള്ള ആളുകളെ കുറിച്ച് തെറ്റായ അപകീർത്തികരമായിട്ടുള്ള വാർത്തകൾ പുറപ്പെടുവിക്കുന്ന കുറ്റമാണ്. നമ്മൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ സമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവര് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് മന്ത്രിമാരുടെ അഴിമതികളെ കുറിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ അത് മന്ത്രിമാരെ അപകീർത്തിപ്പെടുത്തുന്ന തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് എന്നുള്ള വകുപ്പ് പറഞ്ഞുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ് വാസ് എൻ അറ്റംപ്റ്റ് ടു സൈലൻസ്. നമുക്കറിയാവുന്നതുപോലെ ഇവരെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ അറസ്റ്റിനെ നമ്മൾ കാണുന്നത്. ഷീ ആൻഡ് അതർ ജേർണലിസ്റ്റ് ഹാവ് ബീൻ ക്രിട്ടിക്കൽ ഓഫ് കറപ്ഷൻ ആൻഡ് അബ്യൂസസ് ഇൻ ദ ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസിലുള്ള അഴിമതിക്കും അതുപോലെ പവർ അബ്യൂസ്, അധികാര ദുർവിനിയോഗത്തിനും എതിരെ ഇവർ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. വിച്ച് ഇംപ്യൂണിറ്റി ഈസ് മെൻഷൻഡ് ബൈ റെസ. ഇനി ഇവർ ഏത് ഇംപ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഇംപ്യൂണിറ്റി എന്ന് പറയുന്നത് നിയമത്തിൽ നിന്നുള്ള പരിരക്ഷ എന്ന അർത്ഥമാണ്. അതായത് ഈ രാഷ്ട്രീയക്കാർക്കും വലിയ വലിയ ആളുകൾക്കൊന്നും അവർക്ക് നിയമം ബാധകമല്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അതിനെയാണ് ഇംപ്യൂണിറ്റി എന്ന് പറയുന്നത്. റെസ അഡ്രസ്സസ് ദി ഇംപ്യൂണിറ്റി ഓഫ് ഫേസ്ബുക്ക് ആൻഡ് ദുതർത്തെ റെജീം. അവിടെയുള്ള പ്രസിഡന്റിന്റെ, അവിടുത്തെ ഭരണാധികാരിയുടെ ഇംപ്യൂണിറ്റി, കാരണം അയാൾക്ക് നിയമം ബാധകമല്ല. അതുപോലെ ഫേസ്ബുക്കിനും നിയമം ബാധകമല്ല എന്നുള്ള സാഹചര്യത്തെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഷീ കോൾസ് ഫോർ അക്കൗണ്ടബിലിറ്റി ഫോർ ഫേസ്ബുക്സ് റോൾ ഇൻ സ്പ്രെഡിംഗ് മിസ്ഇൻഫോർമേഷൻ. ഫേസ്ബുക്കിനകത്ത് ഒരുപാട് വ്യാജ വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ ഫേസ്ബുക്കിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഇമ്പ്യൂണിറ്റി ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ പോലീസ് ബ്രൂട്ടാലിറ്റി ഓഫ് ദുതർത്തെ റെജീം. ഇവിടെ ഫിലിപ്പീൻസിലെ ഈ ഏകാധിപത്യ ഭരണത്തിന്റെ കീഴിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വ്യാപകമായിട്ടുള്ള അധികാര ദുർവിനിയോഗം, 12,000-ലധികം പേര് കൊല ചെയ്യപ്പെടുന്ന, കൃത്യമായിട്ടുള്ള തെളിവുകളോ വിചാരണകളോ ഇല്ലാതെ അത്രയും പേര് കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഫിലിപ്പീൻസിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് അവർക്കൊരു ഉത്തരവാദിത്വമില്ല, ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, അവർ നിയമത്തിന് അതീതരാണെന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിനകത്ത് നടക്കുന്ന ഈ വ്യാജ പ്രചരണങ്ങൾക്ക് അവർക്ക് ഉത്തരവാദിത്വമില്ല എന്ന രീതിയിലാണ് പെരുമാറുന്നത്. ആ ഇമ്പ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഓൺലൈൻ വയലൻസ് ഈസ് റിയൽ വേൾഡ് വയലൻസ്, ഡിസ്കസ്. ഓൺലൈനിലുള്ള വയലൻസ് റിയൽ വേൾഡിലെ വയലൻസ് തന്നെയാണ്. അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഓൺലൈൻ വയലൻസ് സച്ച് ആസ് ഹരാസ്മെന്റ്, ഡിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻസ് ആൻഡ് ത്രെറ്റ്സ് ഓഫ്റ്റൻ ലീഡ്സ് ടു റിയൽ വേൾഡ് കോൺസിക്വൻസസ്. ഓൺലൈനകത്ത് നടക്കുന്ന വയലൻസ്, ഈ ഹരാസ്മെന്റുകൾ, പല വിയോജിപ്പുള്ള ആളുകളുടെ കമന്റ് ബോക്സിൽ പോയിട്ട് മോശമായിട്ട് കമന്റ് ചെയ്യുന്ന തരത്തിലുള്ള ഹരാസ്മെന്റുകൾ, അതുപോലെ ഡിസ്ഇൻഫോർമേഷൻ ക്യാമ്പയിൻസ്, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്, ആൻഡ് ത്രെറ്റ്സ്, ആളുകൾക്കെതിരെ ഓൺലൈനിലൂടെ ഭീഷണി മുഴക്കുന്ന സാഹചര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഓഫ്റ്റൻ ലീഡ്സ് ടു റിയൽ വേൾഡ് കോൺസിക്വൻസസ്. അത് റിയൽ വേൾഡിൽ അത് പ്രതിഫലിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ കേട്ടിട്ടുണ്ട്, മാധ്യമ പ്രവർത്തകരെ, രാഷ്ട്രീയ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ. അത്തരത്തിൽ ഇത്തരം ഓൺലൈൻ വയലൻസ് ഏത് നിമിഷം തന്നെ റിയൽ വേൾഡിലേക്ക് വ്യാപിക്കാവുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. മരിയ റെസ ഹൈലൈറ്റ്സ് ഹൗ ഹേറ്റ് ആൻഡ് ഡിസ്ഇൻഫോർമേഷൻ ഓൺ സോഷ്യൽ മീഡിയ ക്യാൻ ഡീസ്റ്റെബിലൈസ് സൊസൈറ്റീസ് ആൻഡ് ഇൻസൈറ്റ് വയലൻസ്. മറ്റൊന്ന്, സമൂഹത്തിന് ഒരു വയലന്റ് ആയിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുന്നതിന് ഓൺലൈൻ വയലൻസ് കാരണമാകുന്നു. കാരണം ഓൺലൈനിൽ ഇതുപോലെ നടക്കുന്ന നുണപ്രചരണങ്ങൾ, അതുപോലെ തന്നെ ഈ ഹേറ്റ് ക്യാമ്പയിനുകളൊക്കെ ആളുകളുടെ മനസ്സിൽ ഇതുപോലെ വയലൻസ് കുത്തിവെക്കുകയും അതുപോലെ സമൂഹത്തിനകത്ത് അത് വയലൻസ് ഉണ്ടാവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. When public figures, journalists and activists are targeted, online attacks can lead to real psychological harm and physical danger. ഇനി സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുന്ന വ്യക്തികളായിട്ടുള്ള പബ്ലിക് ഫിഗേഴ്സ്, അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകൾ, ജേർണലിസ്റ്റുകൾ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കെതിരെ ഇതുപോലെ ഓൺലൈൻ വയലൻസ് ക്യാമ്പയിൻ ഉണ്ടാവുമ്പോൾ അവർ പൊതുസമൂഹത്തിൽ ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്നുള്ള സാഹചര്യത്തിന് അത് കാരണമാകുന്നു. റെക്കഗ്നൈസിംഗ് ഓൺലൈൻ വയലൻസ് ആസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് റിയൽ വേൾഡ് വയലൻസ് ഈസ് ക്രൂഷ്യൽ. അതുകൊണ്ട് ഓൺലൈൻ വയലൻസ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് റിയൽ വേൾഡിനകത്ത് ഒരു വയലൻസ് എത്ര ഗുരുതരമായിട്ടുള്ള കാര്യമാണോ അതുപോലെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റിക്വയറിംഗ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, അക്കൗണ്ടബിലിറ്റി ആൻഡ് സിസ്റ്റമിക് ചേഞ്ചസ് ഇൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അതുകൊണ്ട്
അതിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ടബിലിറ്റി, അത് ചെയ്യുന്ന ആളുകൾക്ക് അക്കൗണ്ടബിലിറ്റി വേണം. ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുകൂടാതെ ഈ ഒരു സാഹചര്യത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണവും മറ്റും നടത്തേണ്ടതുണ്ട് എന്ന് അവർ പറയുന്നു. ഡിസ്കസ് ദ ചേഞ്ചസ് ടു ബി അഡോപ്റ്റഡ് ബൈ ദ ജേർണലിസ്റ്റ് ഓഫ് ദ 21st century. ഇനി 21ാം നൂറ്റാണ്ടിലെ മാധ്യമ പ്രവർത്തകർ നടത്തേണ്ടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്. Journalists need to develop strategies to combat misinformation, online harassment, and the impact of algorithms that prioritize profit over truth. അപ്പോൾ പുതിയ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തകർ സത്യം ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല, നുണകളെ തുറന്നു കാണിക്കുക എന്നുള്ള ദൗത്യം കൂടി നടത്തേണ്ടതുണ്ട്. കോമ്പാറ്റ് മിസ്ഇൻഫർമേഷൻ, വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന വ്യാജ വാർത്തകളെ തുറന്നു കാണിക്കുക എന്നൊരു ദൗത്യം കൂടി പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തകർ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ ഹരാസ്മെന്റ് പോലുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടതുണ്ടെന്നും അവർ പറയുന്നുണ്ട്. റെസ സജസ്റ്റ് ജേർണലിസ്റ്റ് മസ്റ്റ് ബി ടെക്നോളജിക്കലി ലിറ്ററേറ്റ്. അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിവ് പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തകർക്ക് ആവശ്യമാണ്. Resilient and aware of digital platforms can amplify certain narratives. എങ്ങനെയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത്, അതിനകത്ത് എങ്ങനെയാണ് വാർത്തകൾ പ്രചരിക്കപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പുതിയ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അറിയേണ്ടതുണ്ട്. ട്രാൻസ്പെറൻസി, എത്തിക്സ് ആൻഡ് റിഗറസ് ഫാക്ട് ചെക്കിംഗ് മസ്റ്റ് ബി പ്രയോറിറ്റൈസ്ഡ് ടു സ്റ്റാൻഡ് ഔട്ട് അമിഡ് ദ സീ ഓഫ് അൺവെരിഫൈഡ് ഇൻഫർമേഷൻ. അപ്പോൾ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ളത്, അവർ പറയുന്ന വാർത്തകളെ സംബന്ധിച്ചൊരു സുതാര്യത അവർക്ക് വേണം. അതുപോലെ എത്തിക്സ്, ധാർമ്മിക മൂല്യങ്ങൾ വേണം. അതുപോലെ പ്രധാനമായിട്ട് വരുന്നതാണ് ഫാക്ട് ചെക്കിങ്. അവരൊരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അത് ശരിയാണോ എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അവരത് പ്രസിദ്ധീകരിക്കാവൂ എന്നുള്ളതാണ് ഫാക്ട് ചെക്കിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ വ്യാജ വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തകർ മാറ്റം വരുത്തേണ്ടതെന്ന് പറയുന്നു. Journalists must navigate both ethical and technological challenges in the digital era. അപ്പോൾ ധാർമ്മികമായിട്ടുള്ള ചലഞ്ചുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ഈ പബ്ലിഷ് ചെയ്യുന്ന വാർത്തകൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇത് സോഷ്യൽ മീഡിയയിലൂടെയാണ്, ടെക്നോളജിയിലൂടെയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട അറിവുകൾ എന്നിവ ഈ പുതിയ കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടതുണ്ട്. സ്ട്രെങ്തനിങ് ജേർണലിസംസ് റോൾ ആസ് ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രസി. അങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂൺ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മാധ്യമങ്ങൾക്ക് ആ ഒരു കടമ നിർവഹിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അവർ പറയുന്നു. വാട്ട് ക്യാൻ ബി ഡൺ ടു സപ്പോർട്ട് ഇൻഡിപെൻഡന്റ് ജേർണലിസം ടു സർവൈവ്. ഇനി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക? സപ്പോർട്ടിംഗ് ഇൻഡിപെൻഡന്റ് ജേർണലിസം റിക്വയർസ് പോളിസി റിഫോംസ് ഫോർ പ്രൊട്ടക്ഷൻസ് അഗെയിൻസ്റ്റ് ഹരാസ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. പ്രധാനമായിട്ട് 2 തരത്തിലുള്ള സപ്പോർട്ടുകളാണ് ഇൻഡിപെൻഡന്റ് ജേർണലിസത്തിന് ആവശ്യമായിട്ട് വരുന്നത്. ഒന്ന് പോളിസി റിഫോംസ്, അതായത് ഓൺലൈനിലൂടെ പ്രചരിക്കപ്പെടുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ അനിവാര്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിൽ നേരിടുന്ന ഇതുപോലെ ഹരാസ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടുമാണ് ആവശ്യമായിട്ട് വരുന്നത്. Ressa advocates for sustainable funding through public grants, philanthropy, and where possible, government support that preserve editorial independence. അപ്പോൾ മരിയ റെസ പറയുന്നത് സസ്റ്റൈനബിൾ ഫണ്ടിങ് ത്രൂ പബ്ലിക് ഗ്രാൻസ്, അതായത് പൊതു ഫണ്ടുകൾ, അതുപോലെ തന്നെ ഫിലാന്ത്രോപ്പി, ഈ ചാരിറ്റികൾ, അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകൾ തുടങ്ങിയിട്ടുള്ള അത്തരം സംവിധാനങ്ങളിൽ നിന്നുള്ള ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നിലനിർത്താൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. Strengthening legal frameworks for press freedom, promoting media literacy, and fostering a culture valuing truth over sensationalism are essential. അതുപോലെ തന്നെ ലീഗൽ ഫ്രെയിംവർക്സ്, ഈ പത്ര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുക. അതുപോലെ തന്നെ മീഡിയ ലിറ്ററസി, ജനങ്ങൾക്കിടയിൽ ഈ മാധ്യമങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സാക്ഷരത നൽകുക. അതായത് ഓൺലൈനിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റില്ല, പലത് തെറ്റായിരിക്കും തുടങ്ങിയിട്ടുള്ള ഒരു സാക്ഷരത ഈ ജനങ്ങൾക്ക് നൽകുക തുടങ്ങിയിട്ടുള്ള കാര്യവും. അതുപോലെ സെൻസേഷണലൈസിങ്, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുന്ന വാർത്തകളുടെ പുറകെ പോവാതെ സത്യത്തിന് പുറകെ പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡുമാണ് അവർ പറയുന്നത്. Global coalitions and collaborations can help reinforce independent news organizations, allowing them to fulfill their vital role in society. അപ്പോൾ ഗ്ലോബൽ കോലീഷൻസ് ആൻഡ് കൊളാബറേഷൻസ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യാവകാശ സംഘടനകളും അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കുമെല്ലാം
ഇതുപോലെ ഇൻഡിപെൻഡന്റ് ജേർണലിസത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും അതുപോലെ നമ്മുടെ സമൂഹത്തിലും ജനാധിപത്യത്തിലും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്കസ് ദ വേസ് അഡോപ്റ്റഡ് ബൈ സോഷ്യൽ മീഡിയ ടു മാനിപ്പുലേറ്റ് ട്രൂത്ത്. ഇനി സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയാണ് സത്യം വളച്ചൊടിക്കപ്പെടുന്നതാണ് ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയ എനേബിൾസ് ദ റാപ്പിഡ് ഷെയറിംഗ് ഓഫ് ബോത്ത് മിസ്ഇൻഫർമേഷൻ ആൻഡ് ഡിസ്ഇൻഫർമേഷൻ. സോഷ്യൽ മീഡിയക്കകത്ത് വ്യാപകമായിട്ട് മിസ്ഇൻഫർമേഷൻ, അതായത് മനഃപൂർവ്വമല്ലാതെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുക, ഡിസ്ഇൻഫർമേഷൻ മനഃപൂർവ്വം തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തകൾ ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള വ്യാജ വാർത്തകൾ വളരെ വേഗത്തിൽ ഷെയർ ചെയ്യാനുള്ള ഒരു സാധ്യത സോഷ്യൽ മീഡിയ തുറന്നു കൊടുക്കുന്നുണ്ട്. These false narratives often overshadow factual reporting and distort public perception. പലപ്പോഴും സത്യത്തെക്കാൾ കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു പൊതുജന അഭിപ്രായം രൂപപ്പെടുന്നത് പലപ്പോഴും ഇത്തരം വ്യാജ വാർത്തകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അത്തരത്തിൽ ഇത് വ്യാജ വാർത്തകൾ എളുപ്പത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉപാധിയായിട്ട് സോഷ്യൽ മീഡിയ വരുന്നു എന്നുള്ള രീതിക്ക് അത് സത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. Algorithms on social media platforms prioritize content that maximizes user engagement, frequently boosting sensational or emotionally charged posts over accurate information. ഇനി സോഷ്യൽ മീഡിയയിലെ ആൽഗോരിതംസ് യൂസർ എൻഗേജ്മെന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്യുന്നത്. നല്ല കണ്ടന്റ് അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടുള്ള കണ്ടന്റ് തുടങ്ങിയിട്ടുള്ള ഒരു മാനദണ്ഡം സോഷ്യൽ മീഡിയക്ക് അകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ വാർത്തകൾ ഈ ട്രൂത്തിനെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ പ്രചരിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നു എന്ന് പറയുന്നു. This leads to the amplification of misleading narratives and devalues truthful reporting. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള വാല്യൂ ഉള്ള കണ്ടന്റുകൾ പലപ്പോഴും ആരും കാണാതെ പോവുകയും പകരം ഈ കൂടുതൽ ഈ എൻഗേജ്മെന്റ്, യൂസേഴ്സ് എൻഗേജ് ചെയ്യുന്ന കമന്റുകളും ലൈക്കുകളും ഷെയറുകളൊക്കെ യൂസേഴ്സ് കൊടുക്കുന്ന ഈ വ്യാജ വാർത്തകൾ വ്യാപകമായിട്ട് പ്രചരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ സമൂഹത്തിനകത്ത് ഈ ട്രൂത്ത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. Social media fosters echo chambers where users predominantly encounter information that confirms their existing beliefs. മറ്റൊന്ന്, സോഷ്യൽ മീഡിയക്കകത്ത് എക്കോ ചേമ്പേഴ്സ് ആണ് ഉണ്ടാക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ആളുകൾ എന്താണോ കാണാൻ ഇഷ്ടപ്പെടുന്നത് അവർ അത് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതിന് പുറമെയുള്ള മറ്റ് അഭിപ്രായങ്ങളോ വീക്ഷണങ്ങളോ ഒന്നും അവർ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. This confirmation bias reduces exposure to diverse perspectives, encourages misinformation, and contributes to societal polarization. അപ്പോൾ സമൂഹത്തെ പോളറൈസ് ചെയ്യുന്ന, ധ്രുവീകരിക്കപ്പെടുന്ന ആളുകൾ ഇതുപോലെ ഓരോ വിഭാഗങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നു. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും അവർ കാണുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും സമൂഹത്തിനകത്ത് വിവിധ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നു. These mechanisms combine to create an environment where truth becomes malleable and the integrity of information is continually undermined, influencing public discourse in troubling ways. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയക്കകത്ത് ഈ ട്രൂത്ത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത്. പൊതുജന അഭിപ്രായത്തെ തന്നെ അപകടകരമായ വിധത്തിൽ സ്വാധീനിക്കുന്ന തരത്തിൽ ഇത്തരം മാർഗങ്ങളിലൂടെ ഈ സോഷ്യൽ മീഡിയക്കകത്ത് സത്യം വളച്ചൊടിക്കപ്പെടുകയും വ്യാജ വാർത്തകൾ പ്രചരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മരിയ റെസ എൻവിഷൻസ് എ വേൾഡ് ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. മരിയ റെസ സമാധാനത്തിലും വിശ്വസ്തതയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകത്തെ കുറിച്ചിട്ടുള്ള വീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. എക്സാമിൻ ദ വേസ് ഇൻ വിച്ച് ജേർണലിസ്റ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു റിയലൈസിംഗ് ദിസ് വിഷൻ. മാധ്യമ പ്രവർത്തകർക്ക് ഈ ഒരു വിഷൻ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണ് നടത്താൻ സാധിക്കുക. Journalists can support Ressa's vision by upholding ethical standards in reporting, prioritizing accuracy, fairness and integrity. അപ്പോൾ ഈ സത്യത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ലോകം എന്നുള്ളൊരു വിഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തകർക്ക് എത്തിക്കലായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുക, ധാർമ്മികമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യാവുന്നത്. അതായത് അവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പബ്ലിഷ് ചെയ്യുന്ന വാർത്തകൾ സത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അവരത് പുറത്തുവിടുക. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല വാർത്താ മാധ്യമങ്ങളും ക്ഷമാപണം നടത്തുന്നതൊക്കെ. അവരൊരു വാർത്ത പറഞ്ഞു അതിൽ മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞിട്ട് ക്ഷമാപണം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരം സാഹചര്യത്തിലേക്കൊക്കെ പോവാതെ
അവർ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അത് സത്യമാണെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം കാണിക്കുക എന്നുള്ളതാണ് പറയുന്നത്. This builds a public trust and ensures that the citizens are informed by reliable information. ഇത് ജനങ്ങളിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കാരണമാകുന്നു. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലും പല ആളുകളും ഈ വാർത്താ മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഉള്ളത്. കാരണം അത് പലപ്പോഴും തെറ്റായിരിക്കാം എന്നുള്ള ധാരണയാണ് ആളുകൾക്കുള്ളത്. അപ്പോൾ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ഇതുപോലെ കൃത്യമായിട്ട് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് മാധ്യമങ്ങളുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് പറയുന്നു. ജേർണലിസ്റ്റ് ക്യാൻ എഡ്യൂക്കേറ്റ് ദ പബ്ലിക് ഓൺ ഇവാലുവേറ്റിംഗ് ഇൻഫർമേഷൻ ക്രിട്ടിക്കലി. ഇനി ലഭിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം വിശ്വസിക്കാതെ അത് ക്രിട്ടിക്കലായിട്ട് അത് വിശദമായിട്ട് പരിശോധിക്കണമെന്നുള്ള കാര്യം ജേർണലിസ്റ്റുകൾക്ക് ഈ പൊതുജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കും. Through content that highlights how to discern credible sources, they encourage an informed, responsible citizenry capable of engaging thoughtfully with the media. പലപ്പോഴും ഫാക്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ഇന്ന് നമ്മുടെ ഈ ഓൺലൈനകത്ത് അവൈലബിൾ ആണ്. പല ആളുകൾക്കും അത് അറിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഒരു വാർത്ത നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഫാക്ട് ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു അവബോധം പൊതുജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമൊക്കെ ജേർണലിസ്റ്റുകൾക്ക് ചെയ്യാൻ സാധിക്കും. ജേർണലിസ്റ്റ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഹോൾഡിംഗ് ബോത്ത് ഗവൺമെന്റ്സ് ആൻഡ് കോർപ്പറേഷൻസ് അക്കൗണ്ടബിൾ. ഇനി ഗവൺമെന്റിനെയും അതുപോലെ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളെയെല്ലാം അക്കൗണ്ടബിൾ ആക്കുന്നതിന്, അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്, അവർക്കൊരു ഉത്തരവാദിത്ത ബോധം നൽകുന്നതിന് മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. By exposing corruption and human rights violations, they foster a culture of transparency and justice, contributing to social trust. അപ്പോൾ അഴിമതി അതുപോലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കുന്നതിലൂടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സമാധാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകം എന്നുള്ളൊരു വിഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പങ്ക് മാധ്യമങ്ങൾക്ക് വഹിക്കാനുണ്ട്. By fostering an environment of truth and accountability, journalists help build a world founded on trust and mutual understanding, working toward the peaceful society envisioned by Ressa. അപ്പോൾ മരിയ റെസ പറയുന്ന പോലെ സമാധാനത്തിലും വിശ്വസ്തതയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ജേർണലിസ്റ്റുകൾ പൊതുജനങ്ങൾ അവരെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അവര് സ്വയം ഇതുപോലെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവര് വാർത്തകളായിട്ട് കൊടുക്കുള്ളൂ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കണം. അതുകൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗവൺമെന്റുകളെയും കോർപ്പറേറ്റുകളെയും ഒക്കെ ഇതുപോലെ അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ തുറന്നു കാണിക്കുന്നതിലൂടെയൊക്കെയും സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും സാധിക്കും. ആ രീതിയിൽ ഈ സമാധാനത്തിലും സത്യത്തിലും അധിഷ്ഠിതമായിട്ടൊരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മാധ്യമപ്രവർത്തകർക്ക് വലിയ പങ്കാണുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.